കേരളത്തിൽ കോൺഗ്രസും CPIM-ഉം നേർക്കുനേർ പോരാട്ടമാണ്. കേരളമേം ഗുസ്തി ദില്ലിമേം ദോസ്തി എന്ന വിശേഷണം ഇരു പാർട്ടികൾക്കും നൽകിയത് മുൻ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവാണ്. അദ്ദേഹം BJP നേതാവായിരിക്കെയാണ് ഈ പരാമർശങ്ങൾ നടത്തിയിരുന്നത്. എന്നാൽ കേരളത്തിലും രണ്ടു പാർട്ടികളും ദോസ്തി അഥവാ ചങ്ങാതിമാരായ ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്നും സമീർ ബിൻ കരീം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മുസ്ലിം ലീഗിന്റെ തറവാടായ മലപ്പുറത്ത് പൊന്മുണ്ടം പഞ്ചായത്തിൽ കോൺഗ്രസിന്റെ നീക്കം. CPIM സഖ്യം. പാരമ്പര്യ രാഷ്ട്രീയ ബന്ധങ്ങൾ തകർത്തെഴുതി കോൺഗ്രസ് CPM സഖ്യം തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഒരുങ്ങുന്നു. അതൃപ്തിയോടെ മുസ്ലിം ലീഗ് കോൺഗ്രസിന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വർഷങ്ങളായി മുസ്ലിം ലീഗും കോൺഗ്രസും മലപ്പുറം ജില്ലയിലെ പൊന്മുണ്ടം പഞ്ചായത്തിൽ ഒന്നിച്ചു പോവാറില്ല. കോണി പിടിക്കാൻ കൈനീട്ടാത്ത സ്ഥിതി. ഇത്തവണ UDF മുന്നണിയില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസ് CPIM-മായി സഖ്യമുണ്ടാക്കിയിരിക്കുകയാണ്. കോൺഗ്രസ് 11 സീറ്റിലും CPIM 5 സീറ്റിലും മത്സരിക്കാനാണ് ധാരണ. 2 സീറ്റ് ടീം പൊന്മുണ്ടം എന്ന കൂട്ടായ്മയ്ക്ക് നൽകും. 16-അംഗ നിലവിലെ പഞ്ചായത്ത് ഭരണസമിതിയിൽ മുസ്ലിം ലീഗിന് 12-ഉം കോൺഗ്രസിന് 4 അംഗങ്ങളാണുള്ളത്. സീറ്റ് ചർച്ചയിൽ ഇത്തവണ കോൺഗ്രസ് ആവശ്യപ്പെട്ടത് പകുതി സീറ്റുകൾ, 2.5 കൊല്ലം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും. ഇത് രണ്ടും തള്ളിയ ലീഗ് നേരത്തെ ജയിച്ച 4 സീറ്റുകളും അധികമായി വന്നതിൽ 1 സീറ്റും കോൺഗ്രസിന് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. മുൻകാലങ്ങളിൽ കോൺഗ്രസ് പാർട്ടി 2 തവണയായി പഞ്ചായത്ത് ഭരിച്ച മികച്ചൊരു ഭരണ മാതൃക കോൺഗ്രസ് പാർട്ടിക്ക് ജനങ്ങൾക്ക് മുമ്പിലൂടെ വിശദീകരിക്കാനുണ്ട്. അത്തരമൊരു മാതൃക ഒരു ഓൾട്ടർനേറ്റീവായി പൊതുജനങ്ങളും സാധാരണ ജനങ്ങളും കാണുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് കോൺഗ്രസ് അവരുടെ ഒരു ചോയ്സായി മാറും എന്നതിനപ്പുറത്തേക്ക് ഔദ്യോഗികമായി മറ്റേതെങ്കിലും പാർട്ടികളുമായി ഒരു സഖ്യവും UDF-ന് പുറത്തുള്ള പാർട്ടികളുമായി അത്തരത്തിലുള്ള സഖ്യത്തെക്കുറിച്ചൊന്നും ഈ പോയിന്റിൽ പറയാൻ കഴിയില്ല. കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിയും ബ്ലോക്ക് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഉൾപ്പെടെയുള്ളവർ കയ്യരിവാൾ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികളാകും. CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങളെയും ലോക്കൽ സെക്രട്ടറി അടക്കമുള്ള നേതാക്കളെയും ഇതേ സഖ്യത്തിൽ മത്സരിപ്പിക്കാൻ CPIM-ഉം തീരുമാനിച്ചിട്ടുണ്ട്. CPM-ന്റെ നിലയ്ക്ക് പൊന്മുണ്ടം പഞ്ചായത്തിനകത്തെ മതേതര സമൂഹത്തെ കൂട്ടിച്ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് CPIM സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താനൂരിൽ പ്രതിസന്ധിയുണ്ടാക്കുമോ എന്ന ആശങ്ക ലീഗ് നേതൃത്വത്തിനുണ്ട്. പൊന്മുണ്ടത്തെ CPIM സഖ്യം ഉപേക്ഷിച്ചില്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസ് മത്സരിക്കുന്ന നിയോജക മണ്ഡലങ്ങളിൽ പ്രതിസന്ധിയുണ്ടാകുമെന്ന് മുസ്ലിം ലീഗ് മുന്നറിയിപ്പ് നൽകുന്നു. നമ്മുടെ പ്രവർത്തകർ 2 വിഭാഗത്തിൽപ്പെട്ട നമ്മുടെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരും ഇത് ഒന്നിച്ചു പോകണം എന്ന് ആഗ്രഹിക്കുന്ന നല്ലൊരു വിഭാഗം ആൾക്കാർ ഇവിടെ ഉണ്ട്. പക്ഷേ അതിന് ഈ പറഞ്ഞ നേതൃത്വമാണ്, മേൽഘടത്തിലുള്ള ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് ഇതിന് വിഘാതം സൃഷ്ടിക്കുന്നത്. പക്ഷേ അതിന് നമുക്ക് കഴിഞ്ഞ ദിവസം ഞാൻ മീഡിയയിലെടുത്തിട്ട് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബന്ധപ്പെട്ട കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃത്വമൊക്കെ ഇതിൽ ഇടപെടണം എന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സത്യത്തിൽ ഒരു മീഡിയേറ്റർ സംവിധാനം ഇല്ലാതെ പോയതാണ്. ഈ ഒരു സംവിധാനം ഇവിടെ ഇല്ലാതെ മീഡിയേറ്റർ സംവിധാനം നിൽക്കേണ്ടത് ഈ പറഞ്ഞ ആളുകളാണ്. അവരിത് വേണ്ടാന്ന് മുൻകൂട്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. CPIM സഖ്യവുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെങ്കിൽ പാർട്ടി ഭാരവാഹികൾക്കെതിരെ നടപടിയെടുക്കാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. പൊന്മുണ്ടത്ത് UDF-നകത്ത് മുൻകാലങ്ങളിലും ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ ജില്ലയിൽ മുൻകാലത്തും അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഒരു പഞ്ചായത്ത് തുടർച്ചയായിട്ടുണ്ടാകുന്ന പൊന്മുണ്ടം പഞ്ചായത്തിലാണ്. ബാക്കി പഞ്ചായത്തൊക്കെ UDF ആകുമ്പോൾ അവിടെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് പോയിട്ടില്ല, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല, ചർച്ചകളെ നടക്കുന്നുള്ളൂ. ഞങ്ങൾ ജില്ലാ തലത്തിലേക്കുള്ള ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് മുൻമുണ്ടം ഇതുവരെ വന്നിട്ടില്ല. പിന്നെ അതിനു മുമ്പ് തന്നെ CPM-ആയിട്ട് ധാരണ ഉണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും CPM-ആയിട്ട് കോൺഗ്രസ് ധാരണ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഒരു കാരണവശാലും ഉണ്ടാവില്ല. അവിടെ പ്രാദേശികമായിട്ട് ചർച്ച പൂർത്തീകരിച്ച് UDF ആയിട്ടില്ലെങ്കിൽ ഞങ്ങളത് ജില്ലാ തലത്തിൽ ചർച്ച ചെയ്ത് UDF ആകുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും. നടപടി ഒഴിവാക്കാൻ അവസാനവട്ട ചർച്ച നടത്തും. അനുനയത്തിനും അച്ചടക്കത്തിന്റെ വാളിനും മെരുക്കാനാവാത്തവരാണ് പൊന്മുണ്ടത്തെ കോൺഗ്രസുകാരെന്നത് മറ്റൊരു കാര്യം. ഇപ്പോഴത്തേത് കേവലം പ്രാദേശിക ധാരണ മാത്രമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പിന്നീട് വലിയ പൊളിറ്റിക്കൽ എഫക്റ്റ് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. ക്യാമറമാൻ മുനീഫ് തിരൂരിനൊപ്പം സമീർ ബിൻ കരീം, 24 തിരൂർ. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.